ഇസ്രായേൽ തകർന്നാൽ പാശ്ചാത്യ ലോകം മുഴുവൻ ഇല്ലാതാകും. കാരണം പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രതിരോധ മതിൽ ഇസ്രായേലാണ്. അർജന്റീനൻ പ്രസിഡന്റ് ഹവിയർ മിലൈ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞതാണ് കേട്ടോ ഇതെല്ലാം. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിനെതിരെ ലോകമെമ്പാടും പ്രതിഷേധം ഇരമ്പുമ്പോഴാണ് ഇസ്രായേലിന് പരസ്യ പിന്തുണയുമായി അർജന്റീന വീണ്ടും രംഗത്തെത്തുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇസ്രായേൽ തകർന്നടിയുകയാണെങ്കിൽ ആ ശക്തികൾ അടുത്തതായി പാശ്ചാത്യ ലോകത്തെ മുഴുവൻ തേടി വരും. അവർ ഇസ്രായേലിനെ നശിപ്പിച്ചാൽ അത് മുഴുവൻ പാശ്ചാത്യ സംസ്കാരത്തിന്റെയും നാശമായിരിക്കുമെന്നും ഒരു ഉളുപ്പുമില്ലാതെ അർജന്റീനൻ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഹമാസിനെയും ഇറാന്റെ റവല്യൂഷണറി ഗാർഡിനെയും ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച അർജന്റീന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോട് ഇസ്രായേലിനെ പിന്തുണയ്ക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. ഇസ്രായേലിനെതിരെ പോരാട്ടം നടത്തിയതിന് ഇറാനിയൻ അംബാസിഡറെ അർജന്റീന പുറത്താക്കിയിട്ടുമുണ്ട്. ഗസയിലെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലുമായി സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനുമായുള്ള പ്രത്യേക ധാരണാപത്രത്തിലും അവർ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയും തീരുന്നില്ല കേട്ടോ അർജന്റീനയുടെ ഇസ്രായേൽ ഭക്തി. ലോകത്തിന്റെ ഏറ്റവും വലിയ സയനിസ്റ്റ് പ്രസിഡന്റ് താനാണെന്ന് യെഷിവ സർവകലാശാലയിൽ വെച്ച് ഹവിയർ മിലൈ പരസ്യമായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മാർച്ചിലാണ് കേട്ടോ. മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത് എന്ന ബൈബിൾ വചനങ്ങളാണ് പാശ്ചാത്യ സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് പ്രസംഗിക്കുന്ന മിലൈ ഗസയിൽ ഇതേ വചനങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് പതിനായിരങ്ങളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിന് മുന്നിൽ കണ്ണടയ്ക്കുകയാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്ന ഒരു അധിനിവേശ രാജ്യത്തെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്നതിലും വലിയ എന്തു ധാർമ്മിക അപജയമാണ് ഇനിയുള്ളത്. മിലൈ പറയുന്ന ഈ ഇസ്രായേൽ എന്ന പ്രതിരോധ മതിൽ ഗസയിൽ തകർത്തെറിഞ്ഞത് പതിനായിരക്കണക്കിന് കുരുന്നുകളുടെ ജീവിതമാണ് കേട്ടോ. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം 20,000-ഓളം കുട്ടികളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 5,000 പേരും 5 വയസ്സിനു താഴെയുള്ളവരാണ്. അനാഥരായതോ 1.5 ലക്ഷത്തിലധികം കുട്ടികളും. ഇസ്രായേൽ ഇത് വെറും പ്രൊപ്പഗണ്ടയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ്. എന്നാൽ അധികാരം കൈയാളുന്നവരുടെ ഈ നിശബ്ദതയെ ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നാം കരുതാൻ. അതിന് അമേരിക്കയിൽ നിന്ന് തന്നെയാണ് ഏറ്റവും അവസാനത്തെ തെളിവും പുറത്തു വന്നിരിക്കുന്നത്. US ജനപ്രതിനിധി സഭയിലേക്കുള്ള ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ 30 വർഷമായി പദവിയിലിരുന്ന മുതിർന്ന നേതാവിനെ അട്ടിമറിച്ച് 29 വയസ്സുകാരിയായ കടുത്ത പലസ്തീൻ അനുകൂലിയായ മെല്ലാറ്റ് കിറോസ് ചരിത്ര വിജയം നേടിയിരിക്കുന്നു. പലസ്തീനിലെ വംശഹത്യ അവസാനിപ്പിക്കുക എന്നതായിരുന്നു കിറോസിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇസ്രായേലിന് മേൽ സമ്പൂർണ്ണ ആയുധ ഉപരോധം ഏർപ്പെടുത്തണമെന്നും ഇസ്രായേൽ അനുകൂല ലോബിയായ ഐപാക്കിനെ തള്ളിക്കളയണമെന്നും അവർ തിരഞ്ഞെടുപ്പിലുടനീളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു വശത്ത് ഇസ്രായേലിനായി വാദിക്കുന്ന അർജന്റീനയുടെ ഹെവിയർ മിലയെ പോലുള്ള ഭരണാധികാരികൾ, മറുവശത്ത് ഇസ്രായേലുമായി പരസ്യമായി കൊമ്പുകോർക്കുന്ന ബ്രസീൽ പ്രസിഡന്റ് ലുല ഡാ സിൽവയെ പോലെയും മെലറ്റ് കിറോസവയും പോലുള്ളവർ. ലാറ്റിൻ അമേരിക്കൻ ലോകവും മനുഷ്യത്വത്തിന്റെ പേരിൽ ഇന്ന് 2 ചേരികളായി തിരിഞ്ഞിരിക്കുന്നു.